ഹായ് ഗായ്സ്, വെൽക്കം ടു എജുക്ലോ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നീറ്റ് 2026 മെഡിക്കൽ കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ ആരും പറയാത്തൊരു 15 കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീറ്റ് 2026 MCCC എല്ലാ കൗൺസിലിങ്ങിനെ പറ്റിയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നീറ്റ് 2026 നിങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് കിട്ടിയാൽ അത് നല്ല കോളേജാണെന്ന് കരുതി ഉടനെ അഡ്മിഷൻ എടുക്കരുത്. കാരണം കോളേജിൻ്റെ ബിൽഡിംഗ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റത്തെ റീൽ കണ്ടിട്ടോ ഗൂഗിളിൻ്റെ റേറ്റിങ്ങിൽ കണ്ടിട്ടോ ഇതൊന്നും മാത്രമേ നോക്കി ഒരു മെഡിക്കൽ കോളേജ് നല്ലതാണോ എന്ന് മോശമാണോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കണം വെച്ചാൽ അവിടെ നിങ്ങളൊരു 5.5 ഇയേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു 6 ഇയേഴ്സ് അവിടെ തന്നെയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ആരും പറയാത്തൊരു 15 കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നീറ്റ് 2026 കൗൺസിലിങ്ങിൽ കോളേജ് തിരഞ്ഞെടുക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നീറ്റ് റിസൾട്ടൊക്കെ വന്ന് കണ്ടിന്യൂലി ചോയ്സ് ഫില്ലിങ്ങിൻ്റെ സമയമാണ്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും ഡൗട്ടാണ് ഏത് കോളേജ് കിട്ടുന്നു. പക്ഷേ ഞാൻ പറയുന്നത് ഏത് കോളേജ് കിട്ടുന്നല്ല, കിട്ടുന്ന കോളേജ് എങ്ങനെ ആയിരിക്കണം എന്നൊരു ഐഡിയ വേണം. അപ്പോൾ ചോയ്സ് ഫില്ലിങ്ങിൽ നമുക്ക് പറയുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നിങ്ങൾ കോളേജസ് കൊടുക്കുന്നത്. ഒരു ഐഡിയക്ക് കോളേജസിൻ്റെ ലിസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ കോളേജസ് അത് നിങ്ങളുടെ ലെക്ക് അനുസരിച്ച് അലോട്ട്മെൻറ്റിൽ കിട്ടും. പക്ഷേ ആ കോളേജ് എങ്ങനെ ആയിരിക്കണം നിങ്ങൾ തീരുമാനിക്കണം. കാരണം ഒരു കോളേജിൻ്റെ പേര് ഫേമസ് ആണ്, അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് കോളേജ് ഫേമസ് ആണ് അതുകൊണ്ട് നല്ല കോളേജാണ്. വേറൊരു കോളേജ് ഉണ്ട് അത് അധികം ഫേമസ് അല്ല അതുകൊണ്ട് മോശമെന്നല്ല. അപ്പോൾ രണ്ടിനും എന്താ പറയുക, ഒരു കോയിൻ്റെ രണ്ട് സൈഡ് പോലെ രണ്ട് ഇതുണ്ട്. നമ്മൾ ഫേമസ് ആ വിചാരിച്ച് നല്ല കോളേജും ആവില്ല, ഫേമസ് അല്ലാത്ത കോളേജ് മോശമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അറ്റാച്ച്ഡ് ഹോസ്പിറ്റൽ എങ്ങനെയാണെന്നാണ്. ഫസ്റ്റ് ഇപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡിൽ ആദ്യത്തെ കാര്യം അറ്റാച്ച്ഡ് ടീച്ചിങ് ഹോസ്പിറ്റലാണ്. മെഡിക്കൽ സ്റ്റുഡൻസിന് ഹോസ്പിറ്റൽ എക്സ്പോഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കോളേജിന് ഏത് ഹോസ്പിറ്റലാണ് അറ്റാച്ച്ഡ്, ഹോസ്പിറ്റലിൽ പേഷ്യൻസ് ഫ്ലോ എങ്ങനെയാണ്, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രോപ്പർലി ഫങ്ഷനിങ് ആണോ, ഇവരെല്ലാം നോക്കണം. കാരണം MBBS പറയുന്നത് നിങ്ങൾക്കറിയാം ബുക്ക് മാത്രം പഠിക്കുകയല്ല, നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് അത്യാവശ്യം വേണം. കാരണം നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ ബാക്കി പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യാമല്ലോ. അതുകൊണ്ട് അത്യാവശ്യം എന്ത് വേണം, അറ്റാച്ച്ഡ് ഹോസ്പിറ്റൽസ് വേണം, ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റ് ഫ്ലോ വേണം. അതുകൊണ്ട് ക്ലിനിക്കൽ എക്സ്പോഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് കോളേജ് ഷോർട്ട് ലിസ്റ്റിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽ എങ്ങനെയാണെന്ന് ആദ്യം തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, പരിശോധിക്കണം. ഓക്കെ, രണ്ടാമത് ഞാൻ പറഞ്ഞ പോലെ പേഷ്യൻറ്റ് ഫ്ലോ എങ്ങനെയാണ്, ഹോസ്പിറ്റൽ ഉണ്ടെന്ന് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പേഷ്യൻസ് തരണ്ടേ. അവിടെ അത്രയും നല്ലൊരു ഹോസ്പിറ്റലിൽ പേഷ്യൻസ് കൺസൾട്ട് ചെയ്യാൻ വരുള്ളൂ. അപ്പോൾ പേഷ്യൻസ് ഫ്ലോ വേണം. OPD എങ്ങനെയാണ്, എമർജൻസി എങ്ങനെയാണ്, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പേഷ്യൻസ് എങ്ങനെ വരുന്നത്, ക്ലിനിക്കൽ പോസ്റ്റിംഗ് സമയത്ത് സ്റ്റുഡൻസിന് പേഷ്യൻസിനെ കാണാനും പഠിക്കാനും എഡ്യൂക്കേറ്റ് എക്സ്പോഷർ ലഭിക്കുന്നുണ്ടോയെന്ന്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കോളേജിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റ് ഫ്ലോ ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് അവരെന്ത് ചെയ്യണം, കാണാനും അവരെ കാര്യങ്ങൾ പഠിക്കാനും ഇല്ല ഒരു എന്താ പറയുക, ആ ഒരു സോഴ്സ് അവർ നൽകണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സീനിയേഴ്സിനോട് ആദ്യം ചോദിച്ച് വെക്കണം. അപ്പോൾ ഹോസ്പിറ്റൽ വലിയ ബിൽഡിംഗ് ആണെന്ന് മാത്രം നോക്കാതെ ആക്ച്വലായിട്ട് പേഷ്യൻറ്റ് ഫ്ലോ ഉണ്ടോ നോക്കണം. കാരണം ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാണ്, അപ്പോൾ അവിടേക്ക് അത്യാവശ്യം പേഷ്യൻസ് വരുന്നത് നിങ്ങൾ തീരുമാനിക്കില്ല. അപ്പോൾ അത് അത്യാവശ്യം അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ ആ കോളേജ് തിരഞ്ഞെടുക്കാൻ. അടുത്ത മൂന്നാമതാണ് ഈ ഇൻറ്റേൺഷിപ്പ്. അപ്പോൾ MBBS ഇൻറ്റേൺഷിപ്പ് നിങ്ങൾക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസാണ്. ഇൻറ്റേൺഷിപ്പ് സമയത്ത് സ്റ്റുഡൻസ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രാക്ടീസ് എക്സ്പോഷർ തരണം. കാരണം അപ്പോൾ 1 ഇയർ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പാണ്. ആ ടൈമിൽ നിങ്ങൾ കുറേ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലാവും നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ കോളേജിലെ ഇൻറ്റേൺഷിപ്പ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അവിടെ ഒന്നെങ്കിൽ പഠിച്ച കുട്ടികളോടോ അല്ലെങ്കിൽ അവിടുന്ന് പാസ് ഔട്ട് ആയ സ്റ്റുഡൻസിനോട് ചോദിക്കണം. എങ്ങനെയാണ് ഇൻറ്റേൺഷിപ്പിൻ്റെ റൊട്ടേഷൻ എങ്ങനെയാണ്, വർക്ക് എക്സ്പോഷർ എങ്ങനെയാണ്, സ്റ്റുഡൻസിന് പ്രോപ്പർ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടോ, ഇതൊക്കെ അവരോട് ചോദിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നാലാമത് പറയുകയാണെങ്കിൽ കോളേജ് റെക്കഗ്നിഷൻ ആൻഡ് അപ്രൂവൽ. അപ്പോൾ ഇത് പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു കോളേജിൻ്റെ പരസ്യം കണ്ടിട്ടോ അല്ലെങ്കിൽ വെബ്സൈറ്റ് കണ്ടിട്ടോ അത് വിശ്വസിക്കരുത്. കാരണം കോഴ്സിൻ്റെ കറണ്ട് റെക്കഗ്നിഷൻ അപ്രൂവൽ ഉണ്ടോ, ആ കോളേജിന് അപ്രൂവൽ ഉണ്ടോ, മെഡിക്കൽ എഡ്യൂക്കേഷനിൽ അപ്ലിക്കബിൾ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കുക. ആരോ പറഞ്ഞ് അവിടെ അപ്രൂവ്ഡ് ആണ് അതുകൊണ്ട് ഓക്കെ ആണ്, അങ്ങനെയല്ല. കറക്റ്റ് അതിൻ്റെ ഒഫീഷ്യൽ ഇൻഫോർമേഷൻ നോക്കുക. അവിടെ ഈ കോളേജ് അപ്രൂവ്ഡ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കോളേജ് ഇത് ഗവൺമെൻറ് കോളേജസൊക്കെ അത്യാവശ്യം നല്ല കോളേജസാണ്. നിങ്ങൾ പ്രൈവറ്റൊക്കെ ചൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത്യാവശ്യം അപ്രൂവൊക്കെ ഇല്ലേ കോളേജാണെന്ന് പരമാവധി ശ്രദ്ധിക്കാൻ നോക്കുക. ഓക്കെ, അടുത്ത അഞ്ചാമത് ടോട്ടൽ ഫീസ്. ട്യൂഷൻ ഫീ മാത്രമല്ല, ഇതിന് അത്രയും വീഡിയോസിൽ ഞാൻ പിന്നെ പറയുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് ട്യൂഷൻ ഫീ മാത്രമേ ഉള്ളൂ വിചാരിച്ചിട്ട് സെൽഫ് ഫിനാൻസിലൊക്കെ കയറും. പക്ഷേ ട്യൂഷൻ ഫീ മാത്രമല്ല, MBBS ഫീ എത്രയെന്ന് കുറേ ആൾക്കാർ ചോദിക്കും. പക്ഷേ ട്യൂഷൻ ഫീ മാത്രമല്ലല്ലോ നമ്മൾ നോക്കുന്നത്, ടോട്ടൽ എക്സ്പെൻസ് നിങ്ങളുടെ ട്യൂഷൻ ഫീ വരും, നിങ്ങളുടെ ഹോസ്റ്റൽ ഫീ വരും, മെസ്സ്, ഫുഡ്, ബാക്കി നിങ്ങളുടെ ബുക്കുകൾ, പിന്നെ MBBS എന്നുള്ളൊരു ഫീഡൊക്കെ ആകും. പല കാര്യങ്ങൾ, കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ യൂണിഫോം, ട്രാൻസ്പോർട്ട്, എക്സാമിനേഷന് വേറെ, ലാബിന്, ലൈബ്രറിന് വേറെ, അങ്ങനെ കുറേ ചാർജസ് ഉണ്ട്. അപ്പോൾ എസ്പെഷ്യലി പ്രൈവറ്റ് കോളേജൊക്കെ ആണെങ്കിൽ ഹോൾ കോഴ്സിൻ്റെ എന്താ പറയുക അപ്രോക്സിമേറ്റ് ഫിനാൻഷ്യൽ എന്താ പറയുക ഫീ എത്ര വരുന്നത് നിങ്ങൾ നോക്കണം.
കാരണം ജസ്റ്റ് നമ്മൾ ആ ട്യൂഷൻ ഫീ മാത്രമല്ല അതിൻ്റെ പുറമെ ഇത്രയും എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. ആറാമതാണെങ്കിൽ ഹോസ്റ്റൽ എങ്ങനെയാണ്. അപ്പോൾ കുട്ടി ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഹോസ്റ്റൽ ശ്രദ്ധിക്കുക. ബിക്കോസ് ഇപ്പോൾ എന്താ പറയുക, ഹോസ്റ്റലിൽ നിന്ന് ശീലമില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്നതിന് നല്ല ബുദ്ധിമുട്ടുള്ള ആൾക്കാരാവും. അപ്പോൾ ആ ഹോസ്റ്റലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. റൂം എങ്ങനെയാണ്, റൂമിൽ എത്ര കുട്ടികളുണ്ട്, ഫുഡൊക്കെ എങ്ങനെയാണ്, പഠിക്കാൻ പറ്റുന്നുണ്ടോ, അവിടെ ടൈം റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടോ, സേഫ്റ്റി ഉണ്ടോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സ്ട്രിക്റ്റ് ഉണ്ടോ, ഇതെല്ലാം ചോദിക്കുക. കാരണം ഹോസ്റ്റലിൽ ഒരു ചെറിയ ചെറിയ കാര്യമാണെന്ന് വിചാരിക്കരുത്. കാരണം മെഡിക്കൽ കോഴ്സിൽ വർഷങ്ങളോളം അവിടെ താമസിക്കേണ്ടി വരും. കാരണം നമ്മൾ ഇനി നമ്മുടെ വീട് പോലെ തന്നെ നമ്മൾ ബാക്കി നമ്മുടെ ലൈഫ് സ്പെൻഡ് ചെയ്യേണ്ട ഒരു സ്ഥലമാണത്. ബാക്കി നിങ്ങളുടെ പഠിപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് ഹോസ്റ്റലിലാണ്. അതുകൊണ്ട് ഹോസ്റ്റലിലെ എല്ലാ കാര്യങ്ങളും നോക്കുക. അവിടെ സേഫ്റ്റി ഉണ്ടോ, ഫുഡൊക്കെ എങ്ങനെയാണ്, അതൊക്കെ നോക്കിയിട്ട് വേണം കയറാനും. അടുത്ത ഏഴാമത് പറയുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് ലൈഫ് ആൻഡ് ക്യാമ്പസ് എൻവയോൺമെൻറ്റ്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ പഠനം മാത്രമല്ല, നിങ്ങൾക്കൊക്കെ അറിയാം അടുത്ത 5-6 വർഷം വെറും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. അതുകൊണ്ട് കോളേജിലെ ഓവറോൾ സ്റ്റുഡൻറ്റ് എൻവയോൺമെൻറ്റ് എങ്ങനെയാണെന്ന് അന്വേഷിക്കുക. സ്റ്റുഡൻസ് തമ്മിലുള്ള അറ്റ്മോസ്ഫിയർ, സീനിയേഴ്സും ജൂനിയേഴ്സും, അതേപോലെ റാഗിംഗ് ഒക്കെ ഉണ്ടോ, ക്ലബ്ബ്, സ്പോർട്സ്, ആർട്സ് ആക്ടിവിറ്റീസ് എന്നിവ ഉണ്ടോ, സ്റ്റുഡൻസിന് അക്കാഡമിക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടോ, കുറേ കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. കോളേജ് ലൈഫ് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം ഇപ്പോൾ നീറ്റ് കോച്ചിങ്ങിനൊക്കെ പോയവർക്ക് അറിയാം. അവിടെ നമ്മൾ വേറെ ഒരു പഠിപ്പ് എന്നുള്ള ലെവലിൽ നടന്നത്. പക്ഷേ അങ്ങനെയല്ല, കോളേജ് ലൈഫ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഫുള്ള് പഠിപ്പില്ല എന്നല്ല, പഠിപ്പുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ആർട്സും സ്പോർട്സ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു നല്ല കോളേജ് എന്നത് നല്ല അക്കാഡമിക്സ് മാത്രമല്ല, പഠിക്കാനും അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാനും പറ്റണം. അടുത്ത എട്ടാമത് ഞാൻ പറയുകയാണെങ്കിൽ ലൊക്കേഷനാണ്. കോളേജ് എവിടെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത് എയർപോർട്ട് ഉണ്ടോ, അല്ലെങ്കിൽ അടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടോ, ഇപ്പോൾ ഒരു എമർജൻസി ഒക്കെ സംഭവിച്ചാൽ എടുത്ത് എന്താ പറയുക പോയി വരാൻ പറ്റുന്ന ഡിസ്റ്റൻസ് ആണോ, പാരൻസിന് വന്ന് കാണാൻ പറ്റുക, എന്താ പറയുക പാരൻസിന് ഇപ്പോൾ ഹോം സിക്നെസ് ഒക്കെ ഉള്ളൊരു കുട്ടിയാണെങ്കിൽ പാരൻസിന് ഇടയ്ക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണോ, ലൊക്കേഷൻ നല്ല ലോങ് ആണോ, ഷോർട്ടാണോ, സ്റ്റുഡൻസിന് ഡെയിലി ലൈഫ് മാനേജ് ചെയ്യാൻ പ്രാക്ടിക്കലാണ്. ഇപ്പോൾ എടുത്തൊക്കെ എല്ലാ സോഴ്സും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതൊരു കാട്ടുമുക്ക് പോലത്തെ സ്ഥലത്തെ കോളേജെങ്കിൽ ആ കുട്ടിക്ക് അടുത്ത സാധനങ്ങൾ ഇതൊക്കെ വാങ്ങാൻ കുട്ടിക്ക് സിറ്റിക്ക് ട്രാവൽ ചെയ്യണം. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ലൊക്കേഷൻ വളരെ നിങ്ങൾ വിചാരിക്കുന്ന ചെറിയൊരു കാര്യമാണെന്ന്, പക്ഷേ അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം. പക്ഷേ ലൊക്കേഷൻ മാത്രം നോക്കി കോളേജ് റിജക്റ്റ് ചെയ്യരുത്. കാരണം അത് വിചാരിച്ച് ഇപ്പോൾ നല്ലൊരു കോളേജ് കിട്ടി പക്ഷേ അവിടെ ലൊക്കേഷൻ ചെറിയ പ്രശ്നം, അങ്ങനെ ആക്കരുത്. നിങ്ങൾ രണ്ടൊരു ടാലി ആയിട്ട് നിങ്ങൾക്കതൊരു എന്താ പറയുക ബാലൻസ് ആയിട്ട് പോകണം. അക്കാഡമിക് നോക്കണം, ബാക്കി ക്ലിനിക്കൽ ക്വാളിറ്റി നോക്കണം, പ്രാക്ടിക്കൽ എല്ലാം ബാലൻസ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. അടുത്ത 9ാമത് പറയുകയാണെങ്കിൽ അക്കാഡമിക് എൻവയോൺമെൻ്റ് ആണ്. ഇപ്പോൾ കോളേജിൽ അക്കാഡമിക് എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്, ക്ലാസ് റെഗുലർ ആയിട്ടുണ്ടോ, അതുപോലെ ടീച്ചിങ്സൊക്കെ എങ്ങനെയാണ്, ഇൻറ്റേർണൽ എങ്ങനെയാണ്, സ്റ്റുഡൻസിന് ടീച്ചേഴ്സിൻ്റെ വക ഒരു അക്കാഡമിക് സപ്പോർട്ട് കിട്ടുന്നുണ്ടോ, ഫാക്കൽറ്റീസിനായിട്ട് ഇൻട്രാക്ഷൻ വരുന്നുണ്ടോ, ഇതൊക്കെ ഒന്നെങ്കിൽ അവിടെ പഠിച്ച സ്റ്റുഡൻസിനോട്, ഇപ്പോൾ ഇല്ലെങ്കിൽ അവിടെ പഠിച്ചിറങ്ങിയവരോടോ അല്ലെങ്കിൽ കറൻ്റായിട്ട് അവിടെ പഠിക്കുന്നവരോടോ ചോദിക്കുക. 10ാമത് അറ്റൻഡൻസ് ആൻഡ് ഇൻറ്റേർണൽ റൂൾസ് ആണ്. മെഡിക്കൽ കോഴ്സിൽ അറ്റൻഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പേ കോളേജിൻ്റെ അക്കാഡമിക് റൂൾസ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അറ്റൻഡൻസ് എത്ര വേണം, ഇൻറ്റേർണൽ അസസ്മെൻറ്റ് എങ്ങനെയാണ്, ലീവ് റൂൾസ് എന്തൊക്കെയാണ്, എത്ര ലീവ് എടുക്കുക, അതൊക്കെ ഒരു എന്താ പറയുക കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. എക്സാമിനേഷൻ എലിജിബിലിറ്റി എങ്ങനെയാണ്, ഇവയെല്ലാം ഒഫീഷ്യൽ സ്റ്റുഡൻറ്റ് റെഗുലേഷൻ അനുസരിച്ച് മനസ്സിലാക്കണം. ഇതൊക്കെ പിന്നെ നോക്കുക എന്ന് പറഞ്ഞ് അഡ്മിഷൻ കഴിഞ്ഞ് അന്വേഷിക്കരുത്. ഇത് അതേ നിങ്ങൾ റെഡിയാക്കി വെക്കുക. കാരണം അവിടെ കയറിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നത് ഞാൻ അറിഞ്ഞില്ല, അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഓൾറെഡി എല്ലാ റൂൾസും നിങ്ങൾ ചോദിച്ചറിയുക. അപ്പോൾ അതിനൊന്ന് PG പ്രിപ്പറേഷൻ എൻവയോൺമെൻറ്റ്. ഇപ്പോൾ MBBS കഴിഞ്ഞാൽ പല സ്റ്റുഡൻസ് നോക്കുന്നതാണ് PG. അതിൻ്റെ ഫർദർ ഇപ്പോൾ നിങ്ങൾ UG ആണെങ്കിൽ ഇനി PG ചെയ്യാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് കോളേജിൻ്റെ അക്കാഡമിക് എൻവയോൺമെൻറ്റ് ഇനി നമ്മളെ ഫ്യൂച്ചറായിട്ട് നമ്മൾ PG പഠിക്കുന്നതിന് എങ്ങനെ സഹായിക്കണമെന്ന് കൂടി നോക്കുക. ഇപ്പോൾ ലൈബ്രറി എങ്ങനെയാണ്, സ്റ്റഡി സ്പേസ് ഉണ്ടോ, അക്കാഡമിക് കൾച്ചർ എങ്ങനെയാണ്, സീനിയേഴ്സിന് നമുക്ക് എന്താ പറയുക നല്ല സീനിയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് പഠിക്കാൻ ഒരു ഗൈഡൻസ് ഒരു സപ്പോർട്ട് തരും. അങ്ങനത്തെ സീനിയേഴ്സാണോ, എല്ലാവരും നീറ്റ് PG പ്രിപ്പറേഷൻ ചെയ്യണമെന്നില്ല. പക്ഷേ ഫ്യൂച്ചർ പ്ലാൻസ് ഉള്ള സ്റ്റുഡൻസിന് ഇത് യൂസ്ഫുൾ ആയ ഒരു ഇൻഫോർമേഷനാണ്. ഈ ഒരു 11ാമത്തെ പോയിന്റ് PG ചെയ്യുന്നവരോട് ഞാൻ പറയുന്നത്. കാരണം PG എല്ലാവരും UGയോടെ നിർത്തുന്നവരുണ്ട്. പക്ഷേ ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും PGക്ക് ഫർദർ പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ PG ഒക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കോളേജിന് അക്കാഡമിക് എൻവയോൺമെൻറ്റ് ഫ്യൂച്ചറിൽ PG പ്രിപ്പറേഷന് സഹായിക്കുന്നുണ്ടോ നോക്കുക. ഓക്കെ. അടുത്ത 12ാമത് പറയുകയാണെങ്കിൽ സീനിയേഴ്സിനോട് സംസാരിക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഡ്വൈസ്. കാരണം കോളേജ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ അവിടെ കറൻ്റ് പഠിക്കുന്നവരോട്, അല്ലെങ്കിൽ അവിടെ റീസെൻ്റായിട്ട് കുറേ മുന്നേ ഗ്രാജുവേറ്റ് ആയവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം റൂൾസ് മാറിയിരിക്കണം. അപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ കുറച്ച് മുന്നേ ഗ്രാജുവേറ്റ് ആയവരോട് ചോദിക്കുക. അവരോട് ചോദിക്കുക എന്ത് ഹോസ്പിറ്റൽ എക്സ്പോഷർ ഉണ്ടോ, ഹോസ്റ്റലൊക്കെ എങ്ങനെയാണ്, ഫാക്കൽറ്റീസ് എങ്ങനെയാണ്, ഇൻറ്റേൺഷിപ്പൊക്കെ എങ്ങനെയാണ്, അവരോട് ചോദിച്ചറിയാം. കാരണം അവരവിടെ പഠിച്ച കുട്ടികളായതുകൊണ്ട് അവർക്ക് അറിയുണ്ടാവും. അപ്പോൾ അവസാനത്തെ ക്വസ്റ്റ്യൻ വളരെ യൂസ്ഫുൾ ആണ്. ഇത് നിങ്ങൾക്ക് വീണ്ടും ചോയ്സ് കിട്ടിയാൽ ഈ കോളേജ് തിരഞ്ഞെടുക്കുമോ. ഒരു സ്റ്റുഡൻറ്റ് പറയുന്നത് കൊണ്ട് മാത്രം ഫൈനൽ ഡിസിഷൻ എടുക്കരുതെന്നല്ല. പക്ഷേ കുറേ സ്റ്റുഡൻസിനോട് ചോദിക്കുക. ഒരാൾ പറഞ്ഞു ഇല്ല, പക്ഷേ അതില്ല, നിങ്ങൾ കുറേ ആൾക്കാരോട് ചോദിക്കുക. ഈ ലാസ്റ്റത്തെ പോയിന്റ് അവരോട് മെയിനായിട്ട് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി വീണ്ടും ഇവിടെ കിട്ടുകയാണെങ്കിൽ വീണ്ടും ചോയ്സ് കിട്ടിയാൽ ഈ കോളേജ് തന്നെ എടുക്കുമെന്ന് അവർ പറയുകയാണ്. ഞാൻ ഇനി എടുക്കൂല എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ അതവർ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഓരോ കുട്ടികൾക്ക് പല പല കാര്യങ്ങളുണ്ടാകും. അവരവിടുത്തെ സ്റ്റഡീസ് മാത്രം നോക്കിയിട്ട് അവർ പല കാര്യങ്ങൾക്കും പല റീസൺ കൊണ്ട് ഓരോരുത്തർ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെ വെറുക്കുന്നുണ്ട്. പല റീസൺ കൊണ്ട് ഓരോരുത്തർക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനോട് ഇഷ്ടം തോന്നുന്നുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നിങ്ങൾ കുറച്ച് മൾട്ടിപ്പിൾ സ്റ്റുഡൻസിനോട് ചോദിച്ചിട്ട്
എന്താ പറയുക ജസ്റ്റ് കമ്പയർ ചെയ്യുക. ഒരാളോട് ചോദിച്ചിട്ട് മാത്രം കമ്പയർ ചെയ്യരുത്. കാരണം ഒരാൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ എന്താ പറയുക വിലയിരുത്തുന്നത് ഒന്നെങ്കിൽ അവിടുത്തെ സ്റ്റഡീസ് നോക്കിയിട്ടാവില്ല, അവിടുത്തെ പരിപാടികൾ നോക്കിയിട്ട് അയാളുടെ കുറേ പേഴ്സണൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. അപ്പോൾ നിങ്ങളൊരു മൾട്ടിപ്പിൾ സ്റ്റുഡൻസിനോട് ചോദിച്ചിട്ട് അവിടുത്തെ എക്സ്പീരിയൻസ് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. 13ാമത് പറയുകയാണെങ്കിൽ ഓൺലൈൻ റിവ്യൂസ് മാത്രം നോക്കരുത്. ഇപ്പോൾ ഗൂഗിളിൽ റിവ്യൂസ് ഉണ്ട്, യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റഗ്രാം റീൽസിലുണ്ട്. ഇതൊക്കെ എന്താ പറയുക യൂസ്ഫുൾ ആണ്. പക്ഷേ ഫൈനൽ ഡിസിഷൻ എടുക്കാൻ അവ മാത്രം പോരാ. കാരണം ഒരാളുടെ എക്സ്പീരിയൻസ് ഇപ്പോൾ ഒരാളെ പോലെയല്ല നിങ്ങൾ, അയാളുടെ എക്സ്പീരിയൻസ് വേറെയാണ്. അയാൾക്ക് കിട്ടിയ അതേ സാധനങ്ങൾ ഇപ്പോൾ അയാൾക്ക് അവിടെ വേണ്ട സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് ആ കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ രണ്ടാളുടെയും എന്താ പറയുക ഡിസിഷൻസും രണ്ടാളുടെയും ഒപ്പീനിയൻസും ഒക്കെ മാറ്റേണ്ട. അപ്പോൾ ഒരാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ആ കോളേജിന് റിജക്റ്റ് ചെയ്യാൻ പാടില്ല. ഒഫീഷ്യൽ ഇൻഫർമേഷൻ നോക്കുക, കറൻറ്റ് സ്റ്റുഡൻസിൻ്റെ അവരുടെ ഫീഡ്ബാക്ക് നോക്കുക, ബാക്കി സോഴ്സുകൾ, ബാക്കി ഇത്രയും പറഞ്ഞ ലൊക്കേഷൻ, ഫീ എല്ലാം നോക്കിയിട്ട് നിങ്ങളായിട്ട് കറക്റ്റ് ഒരു എന്താ പറയുക ഡിസിഷൻ എടുക്കുക. 14 പറയുകയാണെങ്കിൽ കോളേജ് നെയിമിനേക്കാൾ യുവർ പ്രയോറിറ്റി. പല സ്റ്റുഡൻസും ഒരു ഫേമസ് കോളേജ് നെയിം കേട്ട് അതിൻ്റെ പിന്നാലെ പോകും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും വലിയ കോളേജിൽ പഠിക്കണം. അപ്പോൾ നാട്ടിലൊക്കെ പറയുമ്പോൾ ഞാൻ ഇത്രയും വലിയ കോളേജിലാണ് പഠിക്കണം എന്ന് എല്ലാവരോടും പറയും. പക്ഷേ ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കോളേജ് തനിക്ക് ഓക്കെ ആവണം. കാരണം കോളേജ് അത്രയും വലുതായിട്ടോ അല്ലെങ്കിൽ കോളേജ് അത്രയും ഫേമസ് ആയിട്ടോ കാര്യമില്ല. നിങ്ങൾക്ക് അവിടുത്തെ ഫീസ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ലൊക്കേഷൻ ഇപ്പോൾ എന്താ പറയുക കുഴപ്പമില്ലാത്ത എടുത്തില്ല ലൊക്കേഷനാണോ, ഹോസ്റ്റൽ അവിടുത്തെ കംഫർട്ടബിൾ ആണോ, ക്ലിനിക്കൽ എക്സ്പോഷർ ഉണ്ടോ, നമുക്ക് ആവശ്യമില്ല. നമ്മളവിടെ എന്താ പറയുക 5-6 കൊല്ലം വരെ താമസിക്കാൻ പോകണല്ലേ. നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാനൊരു കോഴ്സ് പഠിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ബാക്കി നിങ്ങളുടെ അക്കാഡമിക് എൻവയോൺമെൻറ്റ്, നിങ്ങളുടെ പ്രയോറിറ്റീസ്, അതിനൊക്കെ അത് ഓക്കെ ആണോ നോക്കുക. ഇവയൊക്കെ കമ്പയർ ചെയ്യണം. കാരണം ഒരു സ്റ്റുഡൻറ്റിന് ബെസ്റ്റായ കോളേജ് മറ്റൊരു സ്റ്റുഡൻറ്റിന് ബെസ്റ്റ് ആയിരിക്കണമെന്നില്ല. കാരണം രണ്ടാളുടെ രീതികൾ വേറെ വേറെയാണ്. ഓക്കെ. അടുത്ത 15ാമത് പറയുകയാണെങ്കിൽ ഫൈനൽ ഡിസിഷൻ റിസർച്ച് ചെയ്ത് മാത്രം. കാരണം അവസാന പോയിൻ്റാണ് അലോട്ട്മെൻറ്റ് വന്ന ഉടനെ, അപ്പോൾ വന്ന് ഫസ്റ്റ് തന്നെ കുട്ടി എക്സൈറ്റ്മെൻറ്റിൽ ആ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കരുത്. നിങ്ങൾക്ക് എന്താ പറയുക അത്യാവശ്യം ടൈമൊക്കെ എടുത്തിട്ട് അത് വിചാരിച്ച് നല്ല ലാഗ് ആക്കരുത്. കാരണം കോളേജിൽ റിപ്പോർട്ട് ചെയ്യാനൊരു ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ലാഗ് ആക്കാനും പാടില്ല. അപ്പോൾ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. എന്ത് ചെയ്യുക, അതിലെന്തൊക്കെ എഴുതുക, കോളേജിൻ്റെ പേര് എഴുതുക, അവിടുത്തെ ഫീസ് എഴുതുക, ഹോസ്റ്റൽ എഴുതുക, ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് ആണോ, എന്നാൽ ഹോസ്പിറ്റൽ ഏത്, പേഷ്യൻറ്റ് ഫ്ലോ ഉണ്ടോ, ഇൻറ്റേൺഷിപ്പ്, ലൊക്കേഷൻ, അക്കാഡമിക് എൻവയോൺമെൻറ്റ്, സ്റ്റുഡൻറ്റ് ലൈഫ്, ഫ്യൂച്ചർ പ്ലാൻസ് എല്ലാം ഒരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് അതിന് ശേഷം കമ്പയർ ചെയ്യുക. പാരൻസ് സ്റ്റുഡൻസ് ഒരുമിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് ശേഷം ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. ഇമോഷൻ കൊണ്ട് മാത്രമല്ല ഇൻഫോർമേഷൻ ഉപയോഗിച്ച് കറക്റ്റ് ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഫൈനലായി മെസ്സേജ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഈ 2026 സ്റ്റുഡൻസിനോടും പാരൻസിനോടും പറയാനുള്ളതാണ്. ഒരു മെഡിക്കൽ കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ അവിടുത്തെ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമത്തെ റീലോ ബാക്കി ഗൂഗിൾ റേറ്റിങ്ങോ അല്ല നോക്കേണ്ടത്. പകരം ഹോസ്പിറ്റൽ, പേഷ്യൻ്റ് എക്സ്പോഷർ, ഇൻറ്റേൺഷിപ്പ്, റെക്കഗ്നിഷന്, അവിടുത്തെ ടോട്ടൽ ഫീ എക്സ്പെൻസ്, ഹോസ്റ്റൽ, കുട്ടികൾ, ഫ്രണ്ട്സിൻ്റെ, സ്റ്റുഡൻസിൻ്റെ എൻവയോൺമെൻറ്റ്, അക്കാഡമിക്സ് എങ്ങനെയാണ്, സീനിയേഴ്സിനോട് അവരായിട്ട് സംസാരിച്ചിട്ട് അവിടുത്തെ എക്സ്പീരിയൻസ് ചോദിക്കുക. അവസാനം എല്ലാം കമ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾ അവിടെ ഡിസിഷൻ എടുക്കുക. കാരണം നീറ്റ് കൗൺസിലിംഗ് ലക്ഷ്യം ഒരു സീറ്റ് മാത്രം നേടുക എന്നല്ല. അപ്പോൾ എല്ലാവരും ഒരു കൗൺസിലിംഗിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ മതി എല്ലാവരുടെയും. കാരണം എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ ഇരുന്നത്. ഞാനും കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളാണ്. എനിക്കും അറിയാം അങ്ങനെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് വരിക. പക്ഷേ നിങ്ങൾക്ക് കറക്റ്റ് വെറുതെ ഒരു കോളേജ് കിട്ടിയിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ ബാക്കി ഇയർ അവിടെ സ്പെൻഡ് ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ആപ്റ്റ് ആയിട്ടുള്ളൊരു കോളേജ് ആവണം. ഓക്കെ. അപ്പോൾ ഒരു സീറ്റ് കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ എന്ത് ചെയ്യരുത്, ഒരിക്കലും പെട്ടെന്ന് പോയിട്ട് അവിടെ പോയിട്ടുണ്ട് എന്ത് ചെയ്യരുത്, അഡ്മിഷൻ എടുക്കരുത്. അപ്പോൾ കുറച്ച് റിസർച്ച് ചെയ്യുക, ഇതെനിക്ക് പറ്റിയതാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അവിടെ സീറ്റ് ഉറപ്പിക്കുക. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒരു നീറ്റ് സ്റ്റുഡൻറ്റിനും പാരൻറ്റിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ റാങ്ക് അല്ലെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന കോളേജ് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.